ഹായ്, നമസ്കാരം. കുറച്ച് ദിവസമായി വീഡിയോ കേട്ടിട്ട് സമയം ഒട്ടും കിട്ടുന്നില്ല. ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ ഇല്ലേ. ഇപ്പം ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. എന്നാലും കുറച്ച് ദിവസം ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇതിനെപ്പറ്റി കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്നിട്ട് ഞാനത് കിളിപ്പിച്ചെടുത്തതാണ്. ഇങ്ങനെ എൻ്റെ കുറേ പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഹൈറ്റിലായി. കണ്ടോ, കണ്ടോ അതപ്പം ഞാനിങ്ങനെ കുറേ ചെറിയ ടിന്നൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ അതിനകത്ത് ഇങ്ങനെ കുറേ ഉണ്ട്. എന്നിട്ട് ഒരു ഇത്ര ഹൈറ്റ് ആകുമ്പോഴത്തേക്കും അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നിൻ്റെ സലാഡിൻ്റെ കൂട്ടത്തിൽ കുക്കുംബറും അതിൻ്റെ നമ്മളിടുന്നതിനകത്ത് ഇത് മുറിച്ചിടുക. അല്ലെങ്കിൽ നമ്മൾ പരിപ്പുണ്ടല്ലോ, മസൂർ ദാലിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനും നല്ലതാണ്. അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കൽ. ദാൽ ആദ്യം വേവിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് മുറിച്ചിട്ട് ഒന്ന് ബോയിൽ വന്നു കഴിഞ്ഞ ശേഷം ഒന്ന് വെന്തിട്ട് അത് വെറുതെ കഴിക്കാനും നല്ലതാണ്. അല്ല നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എല്ലാത്തിൻ്റെ എല്ലാം കട്ട് ചെയ്ത് ഒരു പകുതിക്ക് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് അതെടുത്ത് ഞങ്ങൾ തോരൻ വെക്കും. തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരുപാട് കിളിപ്പിക്കുന്നുണ്ട്. കടല, പിന്നെ ചെറുപയർ, വൻപയർ, എന്തിൻ്റെയൊക്കെ ധാന്യങ്ങളുണ്ട് എല്ലാത്തിൻ്റെ ഞാനിട്ടിട്ട്, ഉലുവ എല്ലാത്തിൻ്റെയും കൂടെ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒത്തിരി അങ്ങ് വേവിക്കാതെ ഒരുവിധം നല്ല, കാരണം ഇതിനകത്ത് എന്താ പറയുക, പുറത്തുനിന്നുള്ള ഒന്നുമില്ലല്ലോ. അപ്പം നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ തന്നെ ഇങ്ങനെ കിളിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. വെറുതെ ആണെങ്കിലും കഴിക്കും. ഞാൻ ചില സമയത്തൊക്കെ വെറുതെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. നിങ്ങൾക്കും ഇതിനധികം ചിലവൊന്നുമില്ല. നിങ്ങൾ ചെറിയ വേസ്റ്റ് ആക്കുന്ന പാട്ടകളൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചെറിയ പാട്ടകളെടുക്കുക. ഇതുപോലെ ധാന്യങ്ങളെല്ലാം സോക്ക് ചെയ്തിട്ട് ഒന്ന് കിളിപ്പിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വീട്ടിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് നല്ലൊരു തോരനോ അല്ലെങ്കിൽ ചെറിയ ദാൽ കറിയോ സലാഡോ ഒക്കെ ഇടുമ്പോഴത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിഷാംശമില്ല, ഒന്നാമത്തെ മെയിനായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.